നമ്മുടെ ഓരോരുത്തരുടെയും വിജയത്തിന്റെ അടിസ്ഥാനം എവിടെയാണ്? അല്ലാഹു റസൂലുഹു, അല്ലാഹുവിലേക്കും റസൂലിലേക്കുമുള്ള ബന്ധമാണ്. നമ്മൾ വിചാരിക്കും ഇവിടെ വയലു സംഘടിപ്പിച്ചപ്പോൾ ഇന്ത്യയിലെ ഒരുപാട് പ്രദേശങ്ങളിൽ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നതിനെ കുറിച്ചൊന്നും പറയാനില്ലേ? ഇന്ത്യ മഹാരാജ്യത്തിലെ വർത്തമാനകാല രാഷ്ട്രീയ പരിസരത്തെ കുറിച്ചൊന്നും പറയാനില്ലേ? അതെല്ലാം പറയാൻ നമുക്ക് ഒരുപാട് വേദികളുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ഇന്ന് ലോകത്ത് എവിടെയെല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ആ പ്രയാസങ്ങളുടെ മുഴുവനും കാരണം നമ്മൾ മുഅ്മിനീങ്ങളാവുന്നില്ല എന്നത് തന്നെയാണ്. നാം ശരിയായ മുഅ്മിനീങ്ങളായി മാറിയാൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് ഇന്ത്യൻ മുസ്ലിമീങ്ങൾ പരീക്ഷണങ്ങളിലേക്ക് വന്നത്? നമ്മൾ യഥാർത്ഥ മുഅ്മിനീങ്ങളായി ജീവിക്കാത്തത് കൊണ്ട്. ഒരുപക്ഷെ ഇനി ലോകത്ത് തന്നെയും ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങളുള്ള ഒരു ജനതയായിരിക്കും ഇന്ത്യൻ മുസ്ലിമീങ്ങൾ എന്ന് രാഷ്ട്രീയ കാർമേഘങ്ങൾ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം എന്താ? നമ്മൾ അള്ളാഹുവിൽ നിന്നും റസൂലിൽ നിന്നും എത്രയോ അകന്നാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നാം അള്ളാഹുവിൽ നിന്നും റസൂലിൽ നിന്നും എത്രയോ അകന്നാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പേരുകൊണ്ട് നമ്മൾ മുസ്ലിമീങ്ങളാണ്, പേരുകൊണ്ട് പറഞ്ഞാൽ നമ്മൾ നിസ്കരിക്കുന്നവരാണ്, പള്ളിയിൽ പോകുന്നവരാണ്, ഖുർആൻ ഓതുന്നവരാണ്, നോമ്പെടുക്കുന്നവരാണ്. എന്നാൽ നമ്മളിൽ നിന്ന് ശരിയായ ഈമാൻ ഉണ്ടോ? ശരിയായ നിസ്കാരമുണ്ടോ? ശരിയായ ബോധ്യം നമ്മുടെ കൽബിലുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ വഅദ് പരമ്പരയിലും ഹുബ്ബുർ റസൂൽ എന്ന വിഷയം വെക്കുകയും അത് കേട്ടുപോവുകയും ചെയ്യുക എന്നാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ താല്പര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താല്പര്യവും എതിരാവാതിരിക്കുക. ആ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉൾക്കൊള്ളുക. എനിക്ക് പല താല്പര്യങ്ങളും ഉണ്ടാകും. എനിക്കത് കാണണം, ഇത് കേൾക്കണം, അത് ചെയ്യണം, അവിടെ പോകണം, ഇന്നതെല്ലാം കാട്ടിക്കൂട്ടണം. അതെല്ലാം എന്റെ താല്പര്യങ്ങളായിരിക്കും. അതേ സമയത്ത് ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവരികയും അനുവദിക്കുകയും ചെയ്ത സ്ഥലത്ത് എന്റെ താല്പര്യങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് വീഴുന്നത് എപ്പോഴാണോ അപ്പോഴാണ് ഞാൻ ശരിയായ മുഅ്മിനാകുന്നത്, ഞാൻ ശരിയായ മുഅ്മിനത്തായി മാറുന്നത്, ഞാൻ ശരിയായ വിശ്വാസിയായി മാറുന്നത്. എനിക്ക് ആ വസ്ത്രമൊന്ന് വാങ്ങിയാൽ കൊള്ളാം. മോളെ, ആ വസ്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പൊരുത്തമുള്ള വസ്ത്രമല്ല. എന്നാൽ വേണ്ട, അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹിബ്ബുണ്ടാവുക. എനിക്ക് ആ സ്കൂളിലെ ടൂറിൽ ഒന്ന് പോകണം ഉപ്പാ. മോളെ, ആ ടൂറിൽ പോയാൽ അന്യ സ്ത്രീ പുരുഷന്മാര് തമ്മിൽ ഇടപെടലും, ഒരുപാട് ഹറാമുകൾ ചെയ്യേണ്ടി വരും, ഒരുപാട് അനാവശ്യങ്ങൾ ചെയ്യേണ്ടി വരും, ഒരുപാട് അനാവശ്യങ്ങൾ കാണേണ്ടി വരും. അതുകൊണ്ട് മോളെ, ആ യാത്ര നിനക്ക് അനുവദിക്കപ്പെട്ടതാവാൻ ന്യായമില്ല. എല്ലാത്തിലും ഉപരി സയ്യിദുൽ വജൂദി വൽ കായിനാത്തി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പൊരുത്തപ്പെടുന്ന യാത്രയല്ല മോളെ. എന്നാൽ വേണ്ട, അപ്പോഴാണ് മഹബ്ബത്തുണ്ട് എന്ന് പറയാൻ പറ്റുക. അല്ലാതെ ആഷിഖുർ റസൂൽ എന്ന് പേര് വെച്ചത് കൊണ്ട് കാര്യമുണ്ടോ? മുഹിബ്ബുർ റസൂൽ എന്ന് പേര് വെച്ചത് കൊണ്ട് കാര്യമുണ്ടോ? മാദിഹുർ റസൂൽ എന്ന് പേര് വെച്ചത് കൊണ്ട് കാര്യമുണ്ടോ? ആഷിഖാത്തുകൾ എന്ന് വിളിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? സ്വലാത്ത് ഗ്രൂപ്പുകളിൽ മെമ്പർ ആയതുകൊണ്ട് കാര്യമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണണം എന്ന് ആവശ്യപ്പെട്ടത് കൊണ്ടോ വാദിച്ചത് കൊണ്ടോ കാര്യമുണ്ടോ? ഇല്ല. മറിച്ചെന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആത്മീയമായി അനുഭവിച്ച്, മോളെ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പൊരുത്തമുള്ളതാണ് നീ ചെയ്യുന്നത്, അൽഹംദുലില്ലാഹ്. മോളെ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പൊരുത്തമുള്ളതല്ല, എന്നാൽ വേണ്ട. പ്രിയമുള്ളവരെ, ഈ ഭാഗത്തൊക്കെ വലിയ വലിയ നല്ല ഉമറാക്കളുള്ള നാടാണ്, ദീനിനെ സ്നേഹിക്കുന്ന ഉമറാക്കളുള്ള നാടാണ്, ദീനിനെ സഹായിക്കുന്ന ഉമറാക്കളുള്ള നാടാണ്. അള്ളാഹു എല്ലാവരുടെയും നിഅമത്തിലും സമ്പത്തിലും ജോലികളിലും അള്ളാഹു ബറക്കത്ത് ചെയ്തു തരട്ടെ.
എന്നാൽ നമ്മുടെ വീട്ടിൽ ഒരു മകളുടെ കല്യാണം വന്നാൽ ആ കല്യാണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് പൊരുത്തപ്പെടുന്ന ലിമിറ്റിൽ നിർത്താൻ ഗൃഹനാഥന്മാരായ ഹാജിമാരെ നിങ്ങൾക്ക് സാധിക്കാറുണ്ടോ? ഞാൻ അത്രേ ചോദിക്കുന്നുള്ളൂ. എന്റെ പ്രിയമുള്ള ഉമ്മപെങ്ങന്മാരെ, മദീനയിൽ വിശ്രമിക്കുന്ന ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പൊരുത്തമുള്ളത് മാത്രം പോരെ നമ്മുടെ ആഘോഷത്തിന്? 1000 കല്യാണങ്ങൾ വേണോ? ഒരു കല്യാണം ഇന്ന് 10 കല്യാണമാണ്. അതിൽ പലതും ആർഭാടമാണ്, പലതും അനാചാരമാണ്. ഇന്നോ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ സഹോദരിമാർ നിറഞ്ഞു ആടുന്ന ഒരു കാലമാണ്. ഇത് ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രിയമുള്ള കാര്യമാണോ എന്നൊന്ന് ആലോചിച്ചുകൂടെ? നമ്മളൊരു കാര്യം അറിയണം, നമ്മുടെ വിവാഹ വീടുകളിൽ നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് ഭക്ഷണമുണ്ട്. ആ ഭക്ഷണം കരയുന്നുണ്ട്. ആരെ ഓർത്തിട്ടാണ് കരയുന്നത്? എടാ മനുഷ്യ, എത്രയോ ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോ നീ ഇത് നഷ്ടപ്പെടുത്തിയല്ലോ എന്ന് ചോദിച്ച് ആ ഭക്ഷണം പോലും വിലപിക്കുന്നുണ്ടാകും.